ഭയങ്കരമായിട്ട് കൊതി തോന്നിയിട്ട് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കപ്പയും മുട്ടയാണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ നല്ല കപ്പ കിട്ടിയപ്പോഴത്തേക്കും അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഗ്രേവി മുട്ട ചിക്കി എടുക്കാൻ വേണ്ടിയിട്ട് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടി റെഡിയാക്കി വെക്കാം. കപ്പ വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. കുറേ അങ്ങോട്ട് കുഴക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് പാൻ വെച്ച് അതിൽ ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കുക, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളക്, സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇച്ചിരി മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്ര സംഭവങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ആ പാത്രത്തിൻ്റെ അരികിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാനൊരു 3 മുട്ട ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിലിട്ടിട്ട് നമ്മളിതെല്ലാം കൂടെ ഒന്ന് ചിക്കിയെടുക്കുക. ചിക്കി എടുത്തു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. പിന്നെ അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കപ്പയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂട് കയറ്റി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പയും മുട്ടയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിക്കണ സമയത്ത് ഇതിൽ കുറച്ചധികം സവാള ഇട്ടിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു സുലൈമാനിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ സെർവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ കുറച്ചധികം കൊത്തി അരിഞ്ഞ സവാളയും കൂടെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല രസമുണ്ടായി. പിന്നെ ഇതിലിടുന്ന മസാലകളൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മറിച്ചൊക്കെ ഇടാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.